ഹായ് ഹലോ. അപ്പോൾ അതേ നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ RGLP നെല്ലിക്കുന്ന് സ്കൂളിലെ കുട്ടികളുടെ പഠനോത്സവമാണ്. പഠനോത്സവം എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാം, എങ്കിലും ഞാൻ പറഞ്ഞു തരാണ് കേട്ടോ. ഒരു വർഷം മുഴുവൻ അവർ പഠിച്ച ആ കാര്യങ്ങൾ ഒരു പരിപാടി പോലെ അവതരിപ്പിക്കുക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് കുട്ടികൾ എത്രത്തോളം അത് ഉൾക്കൊണ്ടുവെന്നും അതുപോലെ അവർക്ക് മനസ്സിലായ കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതേ ഞാനും അതിലെ ഒരു ചെറിയ ഭാഗമായിട്ടുണ്ട്. നമ്മൾക്ക് എപ്പോഴും പറയുന്ന പോലെ നമുക്ക് പറ്റാവുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കുക. അതുകൊണ്ട് തന്നെ ഞാനും കുട്ടികൾക്ക് ചെറിയ ചെറിയ രീതിയിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ പേപ്പർ കൊണ്ട് മാസ്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ സ്റ്റേജ് കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വിശിഷ്ട അതിഥി എന്ന് പറയുന്നത് നമ്മളുടെ വാർഡ് കൗൺസിലറും പിന്നെ നമ്മുടെ HM അതുപോലെ സൗമ്യ എന്ന് പറയുന്ന ഒരാളും കൂടിയാണ്. അപ്പോൾ അതേ പിള്ളേർക്ക് ഇരിക്കാനും പേരൻസിന് ഇരിക്കാനും ഒക്കെയുള്ള കസാരകളൊക്കെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ ചെറിയൊരു എക്സിബിഷൻ പോലെ അവർ ഈ വർഷം പഠിച്ച അല്ലെങ്കിൽ അവരുണ്ടാക്കി കൊണ്ടുവന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഒരു എക്സിബിഷൻ പോലെ വെക്കുക. അപ്പോൾ അത് മാതാപിതാക്കൾക്കും അവരുടെ പെർഫോമൻസ് കാണാനായിട്ടുള്ള ഒരു അവസരവും കൂടിയാണ് കേട്ടോ. അപ്പോൾ അന്ന് സത്യം പറഞ്ഞാൽ കുറച്ച് പേരൻസ് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ചെറിയൊരു വിഷമമാണ്. കാരണം നമ്മുടെ മക്കളുടെ പരിപാടി കാര്യങ്ങളൊക്കെ നമ്മളല്ലാതെ വേറൊരാളും കാണാനില്ല. അതുപോലെ നമ്മളവരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് തന്നെയാണ്. സംഭവം നമുക്ക് എന്താ പറയുക, പല രീതിയിലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതായത് ജോലി ഉണ്ടാവും, ചിലർക്ക് വരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും, അങ്ങനെ പല രീതിയിലുണ്ടാവും. പക്ഷേ സ്വന്തം അതായത് നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ നമ്മൾ കൂടുതൽ അതായത് എന്താ പറയുക ഇഷ്ടമായിട്ടുള്ള രീതിയിൽ അവർക്ക് സപ്പോർട്ട് ചെയ്തൊക്കെ നിൽക്കുമ്പോൾ അതെല്ലാവർക്കും ഒരു സന്തോഷമാണ്. മക്കൾക്ക് മാത്രമല്ല, നമ്മുടെ സ്കൂളിനും ടീച്ചർക്കും. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ സ്കൂൾ കുറച്ചും കൂടിയും എന്താ പറയുക കുറച്ചും കൂടിയും ഇപ്പോഴും സ്ട്രോങ് ആണ്. എങ്കിലും മറ്റുള്ളവരോ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് വരുമ്പോൾ അതിനൊരു പവർ വേറെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പിള്ളേരുടെ പരിപാടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മൾ സ്റ്റേജ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് എന്താ പറയുക ഒരുപാട് കാര്യങ്ങളെല്ലാം നമ്മളെ കൊണ്ട് പറ്റുന്ന സിമ്പിളായിട്ടുള്ള രീതിയിലാണ്. അപ്പോൾ പിള്ളേർ ഡ്രസ്സൊക്കെ മാറിയിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊരു പേരൻസ് വന്നിരുന്നു. അതിലൊരു കൊച്ചുകുട്ടി അവരുടെ ഒരു ഉണ്ണിയാണ്. അപ്പോൾ അവർ വന്നപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ പിള്ളേരെല്ലാവരും കൂടി പ്രാക്ടീസിൻ്റെ സമയമാണ്. പലരും പല രീതിയിലായിട്ടുള്ള പ്രാക്ടീസാണ്. ഇപ്പോൾ ടീച്ചർമാർ ഓരോ ചർച്ചകളിലാണ്. ഞാനത് എപ്പോഴും പറയുന്ന കാര്യമാണ്. എല്ലാവരും ഒരുമിച്ച് എന്താ പറയുക എന്ത് കാര്യമാണെങ്കിലും ഒരുമിച്ച് കൂടി ചെയ്യുന്നതാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. പലരും പല രീതിയിൽ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും അത് അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷെ ചെറിയ ഒരു കാര്യമാണെങ്കിൽ പോലും നമുക്ക് അങ്ങനെ ചെയ്താലോ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ എനിക്കതൊക്കെയാണ് എനിക്കിഷ്ടം തോന്നുന്നത്. അങ്ങനത്തെയൊക്കെ കുറേ കാര്യങ്ങളാണ് കേട്ടോ. അതായത് കൂടുതൽ നമ്മൾ മറ്റൊരാളെ കൽപ്പിക്കാത്ത രീതിയിൽ നമ്മൾ സംസാരിക്കുക എന്നൊക്കെ. അതായത് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഒരു ഉദ്ദേശം വേറെ ഒന്നും കൊണ്ടല്ല. ഈ ടീച്ചർമാർ തന്നെ പല ടീച്ചർമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ കണ്ടതിൽ എല്ലാവരും ഒരു ഒത്തൊരുമിച്ച് ചെയ്യുന്ന ഒരു സ്കൂളായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അതെൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു ഒപ്പീനിയനാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ പിള്ളേർ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഓരോ ക്ലാസ്സുകാരും ഓരോ രീതിയിലുള്ള പെർഫോമൻസും സ്കിറ്റും എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അവർക്കറിയാം, ആൻറ്റി യൂട്യൂബിലേക്കല്ലേ എന്ന് ചോദിക്കും. ഞാൻ പറയും യൂട്യൂബിലേക്ക് തന്നെ എന്ന് പറയും. അപ്പോൾ പിള്ളേർ ഇതിവിടെ പ്രാക്ടീസ് ചെയ്യാണ്. ഇവർ എനിക്ക് തോന്നുന്ന ഒരു കഥ ഒരു പാട്ട് രൂപേണ ചെയ്യാനാണ്. അപ്പോൾ ഒരു പെർഫോമൻസ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അത് എന്താ പറയുക, ഞാനും അവരുടെ ആ പെർഫോമൻസിനൊക്കെ കാണാനൊക്കെ പോയി. എന്നെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കത് പറയുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ്. അത് നിങ്ങൾക്കത് അറിയില്ല, ആ ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് അറിയില്ലാത്തത് കൊണ്ടായിരിക്കാം. പക്ഷേ എനിക്ക് പേഴ്സണലി എന്താ പറയുക, ഞാൻ സ്കൂളിൽ ചെല്ലുമ്പോൾ എൻ്റെ പിള്ളേർ ഓടി വരുന്നതും എന്നെ കെട്ടിപ്പിടിക്കുന്നതും എന്നോടത്ത് ഓരോ വിശേഷങ്ങൾ ചോദിക്കുന്നതൊക്കെ കാണുമ്പോൾ എനിക്കത് എന്തോന്നും എനിക്ക് ഭയങ്കര ഒരു ഊർജ്ജമായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. കാരണം ഞാൻ എന്താ പറയുക എനിക്ക് മറ്റൊരു മക്കളെയൊക്കെ എൻ്റെ മക്കളെ പോലെ കാണാനൊക്കെ പറ്റുന്ന എനിക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ അന്നക്കുട്ടി ഇരിക്കുന്നുണ്ട്. ഇത് 5ാം ക്ലാസ്സുകാരാണ്. അപ്പോൾ അവരൊരു കവിത പ്രാക്ടീസ് ചെയ്യാണ്. ടീച്ചർ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ അവർ ഒന്നും കൂടി ട്രയൽ ചെയ്യാണ് കേട്ടോ സ്റ്റേജിലേക്ക് വരുന്നേക്കാൻ മുന്നേ. അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയ ഒരു സ്റ്റേജ്
നമ്മൾ ഡെക്കറേഷൻ ചെയ്തത്. കാരണം ആനിവേഴ്സറി കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കഴിഞ്ഞതുള്ളൂ. അപ്പോൾ അതുപോലെ വീണ്ടും ചെയ്ത്, അതായത് ഒരുപാട് പൈസ ചിലവാക്കി ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് നമ്മുടെ പേരൻസൊക്കെയാണ്, അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യം കൂടിയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് അങ്ങോട്ട് ആർഭാടാക്കേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും നമ്മുടെ LKG തൊട്ടുള്ള കുട്ടികളൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ്. അവരൊരുപാട് ഇരിക്കുന്നത് കാണാനും അവർ പഠിച്ച കാര്യങ്ങൾ അവർക്ക് ചെയ്യാനായിട്ടുള്ളൊരു ഇൻട്രസ്റ്റ്, അതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം. അതുപോലെ പിന്നെ മാതാപിതാക്കൾക്കൂട്ട, കാരണം അവരും നിങ്ങളും അവരെ ഇതുപോലെ പ്രോത്സാഹിപ്പിക്കുന്നത് കൊണ്ടാണ് ഇന്ന് നമ്മുടെ സ്കൂളായാലും പിള്ളേരൊക്കെ നല്ല രീതിയിൽ പോകുന്നത്. അപ്പോൾ അതേ നമ്മുടെ കൗൺസിലർ വന്നിട്ടുണ്ട്. ആദ്യം കൗൺസിലർ വന്ന് എല്ലാവരും കണ്ട് സംസാരിച്ച് എല്ലാം ചെക്ക് ചെയ്തു. അതിന് ശേഷം ഈശ്വര പ്രാർത്ഥനയാണ്. അപ്പോൾ നമ്മുടെ UKG കുട്ടികളാണ് കേട്ടോ. ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള, കുഞ്ഞു കുട്ടികളെ ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം കുഞ്ഞു മക്കളുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. അപ്പോൾ അവരാണ് ഇന്ന് നമ്മുടെ 2025 പഠനോത്സവം ഉദ്ഘാടനം, അല്ലെങ്കിൽ എന്താ പറയുക, തുടക്കം കുറിക്കുന്നത് അവരാണ്. അവരെ പ്രാർത്ഥനയോട് കൂടിയിട്ടാണ്. അതുപോലെ ഇത് കുട്ടികളുടെ പരിപാടിയാണ്. കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങൾ, പഠിച്ച കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഇന്ന് പഠന ഉത്സവം എന്ന് പറഞ്ഞാൽ അതായത് പഠനവും ഉണ്ട് ഉത്സവവും ഉണ്ട്, അതാണ് അതിനർത്ഥമാക്കുന്നത്. അപ്പോൾ കുട്ടികൾ തന്നെയാണ് സ്റ്റേജ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ആങ്കറും എല്ലാം അവർ തന്നെയാണ്. നമ്മൾ കാണാൻ അവരെ സപ്പോർട്ട് ചെയ്യാന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാം അവർ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതേ ഒരു കുട്ടി സ്വാഗതം പറയാണ്. നമുക്ക് ഒരുപാട് സന്തോഷം. നമ്മൾ വലിയ ആൾക്കാരൊക്കെ പരിപാടി ചെയ്യുന്നേക്കാളും കുട്ടികൾ ചെയ്യുന്നത് കാണാനൊരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ. ഇന്നത്തെ തലമുറയ്ക്ക് ഒരുപാട് ഞാനൊരു 90 കിഡ് ആയതുകൊണ്ടായിരിക്കണം നമുക്കിതൊക്കെ ഭയങ്കര സന്തോഷമാണ്. ഇന്നത്തെ പിള്ളേർക്ക് അങ്ങനെയൊന്നും ഉണ്ടോയെന്ന് അറിയില്ല. ഇന്നത്തെ ഒട്ടുമിക്ക പിള്ളേർക്കും മൊബൈലും അങ്ങനത്തെയൊക്കെയാണ്. അപ്പോൾ അതേ നമ്മുടെ എന്താ പറയുക, ഉദ്ഘാടനം നമ്മുടെ മാഡം നിർവഹിക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മളുടെ കൗൺസിലർ നമ്മുടെ പഠനോത്സവം ഉദ്ഘാടനം ചെയ്തു. അതോടൊപ്പം തന്നെ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കൊച്ചു മെസ്സേജുകളൊക്കെ അവർക്ക് കൊടുത്തു. ഒരുപാട് വലിച്ചു നീട്ടി സംസാരിക്കുക അങ്ങനത്തെ ഒരു പ്രകൃതമല്ല. പറയാനുള്ള കാര്യങ്ങൾ ചുരുക്കി പറയുക, അതാണ് എന്താ പറയുക നമ്മുടെ കൗൺസിലറുടെ ഒരു പ്രത്യേകത കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ HM പ്രീതി ടീച്ചറും എന്താ പറയുക സംസാരിക്കുകയാണ്. എല്ലാവരും സ്വാഗതം ചെയ്യലും അങ്ങനെയൊക്കെ സംസാരിക്കുകയാണ്. അതിൻ്റെ കൂടെ എനിക്കും ഒരു അവസരം സ്റ്റേജിൽ പങ്കിടാനായിട്ട് കിട്ടി. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഡാൻസ് കളിക്കാനല്ല, സൗമ്യ എന്ന് പറഞ്ഞ ഒരു ഗസ്റ്റിനെ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആൾക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് ആ ഗസ്റ്റിന് പകരം ഈ ഗസ്റ്റാണ് കയറിയിരുന്നത്, ഞാനാണ്. അപ്പോൾ ഞാൻ മദർ PTA ഒരു എന്താ പറയുക ഒരാളാണ്. അപ്പോൾ പിന്നെ നമുക്കത് ഒരാളുടെ അഭാവത്തിൽ നമുക്കത് നികത്തേണ്ടി വന്നാൽ നമ്മളത് നികത്തും. അങ്ങനെ നമ്മുടെ ആദ്യത്തെ പരിപാടി ഒരു ലഹരി വിമുക്തമാക്കുന്ന അതിനെ അനുബന്ധിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അതായത് കുട്ടികൾ പഠിക്കാനൊക്കെ പോകുമ്പോൾ അവർക്ക് മിഠായി ആയിട്ടോ അല്ലാത്ത രീതിയിലൊക്കെ ആയിട്ട് കിട്ടും. അത് കഴിച്ച് അവർ അഡിക്റ്റഡ് ആവും. പിന്നീട് അത് മയക്കുമരുന്ന്, കഞ്ചാവ് അങ്ങനെയുള്ള രീതിയിലേക്കൊക്കെ കടക്കും എന്നുള്ള ഒരു കാര്യമാണ് അവർ ചെയ്തത്. എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു കേട്ടോ. പക്ഷേ ഇതിനകത്ത് പാട്ടധികം ആഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പരമാവധി ഒന്നും മ്യൂസിക് ചെയ്യാത്തത്. അപ്പോൾ നല്ലൊരു കാര്യമാണ്. കാരണം ഇന്നത്തെ സമൂഹത്തിന് വേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇന്നിപ്പോൾ എന്താ പറയുക, ആൺപിള്ളേരെക്കാളും എനിക്ക് തോന്നുന്നത് പെൺപിള്ളേരാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതെന്നാണ് എൻ്റെ ഒരു അറിവ്. ഇനി എൻ്റെ അറിവ് തെറ്റാണോന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ എന്നാൽ പോലും നമ്മളൊക്കെ എന്താ പറയുക, ഒരു സ്കൂൾ അധ്യാപകനോടൊക്കെ നമ്മൾ ഇന്നവരെ എതിർത്ത് സംസാരിക്കുകയോ അല്ലെങ്കിൽ അടി ഉണ്ടാക്കാനോ ഒന്നും നമ്മൾ ഇതുവരെ പോയിട്ടില്ല. പക്ഷേ ഇന്നത്തെ പിള്ളേർക്കൊക്കെ ഭയങ്കര ധൈര്യമാണ് സംസാരിക്കാനും. അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നുള്ളൊരിതാണ്. നമ്മുടെയൊക്കെ ജനറേഷനിലൊക്കെ പ്രിൻസിപ്പാളിൻ്റെ റൂമിലേക്ക് വിളിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് കൈയും കാലും മുട്ടൊക്കെ ഇടിക്കും. എന്തിനാണാവോ. ഇന്നങ്ങനെയൊന്നല്ല. ഇന്നത്തെ പിള്ളേർ അതെ നിങ്ങളെ വിളിക്കുന്നത് ഓക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത്രയും ഭയങ്കര കൂളാണ്. അവർക്ക് എനിക്ക് തോന്നണം എല്ലാ സൗകര്യങ്ങളും കൂടിയതുകൊണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ ഈ കഞ്ചാവ് പിന്നെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉപയോഗങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ മക്കളെ സൂക്ഷിക്കണം. പക്ഷേ നമ്മളെ എത്ര സൂക്ഷിച്ചാലും വരാനുള്ളത് ഓട്ടോറിക്ഷ വിളിച്ചിട്ടായാലും വരും. പിന്നെ ഏറ്റവും കൂടുതൽ ആവശ്യം പ്രാർത്ഥിക്കുക. നമുക്കായാലും നമ്മുടെ മക്കൾക്കായാലും മറ്റുള്ളവരെ മക്കൾക്ക് വേണ്ടിയിട്ടായാലും പ്രാർത്ഥിക്കുക. കാരണം ഒരിക്കലും ഒരച്ഛനമ്മമാരും മക്കൾ നശിക്കാനായിട്ട് ആഗ്രഹിക്കില്ല. പക്ഷേ നമ്മളുടെ ഒരു അഭാവത്തിൽ അവരങ്ങനെ ആവരുതെന്ന് നമുക്ക് എന്താ പറയുക, ഒരു
നമുക്കൊന്ന് ശ്രമിക്കാം. കാരണം അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ അതിനെ അറിയിക്കുന്ന നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അതൊക്കെ ചെയ്യാൻ നമ്മുടെ നാടിനെ രക്ഷിക്കുക. ഇന്നത്തെ സമൂഹം പോകുന്നത് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ ഒരു എത്തും പിടിയില്ല. കോഴീനൊക്കെ കൊല്ലുന്ന പോലെയാണ് മനുഷ്യന്മാരെയൊക്കെ കൊല്ലുന്നത്. ഒരു മടിയോ അല്ലെങ്കിൽ ഒരു പേടിയോ ഒന്നുമില്ലാത്ത ലോകമാണ്. അപ്പോൾ പറഞ്ഞ് ഞാൻ ഇങ്ങനെ എന്താ പറയുക കുറേ അങ്ങോട്ട് നീണ്ടുപോയി. കുട്ടികളുടെ പരിപാടി ഇപ്പോൾ തുടങ്ങി. പിള്ളേർ പാട്ടും കവിതയൊക്കെ പാടി. അതിന് ശേഷം ഇതാണ് ഞാൻ പറഞ്ഞ ഒരു കഥ നമ്മൾ പാട്ടുരൂപേണ അവതരിപ്പിക്കുന്നു. നങ്ങേലിയുടെ കഥയാണ് കേട്ടോ. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മോണാക്റ്റൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു കഥയൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. എനിക്കത് പെട്ടെന്ന് കണ്ടപ്പോൾ അതാണ് ഓർമ്മ വന്നത്. പക്ഷെ നമ്മുടെ പിള്ളേരെ കുറച്ച് സമയം, കാരണം അവർക്ക് എക്സാമും കൂടിയാണ്, അതിനിടയിലാണ് പഠനോത്സവം വരുന്നത്. അപ്പോൾ അവർക്ക് അതും പഠിക്കുമ്പോൾ അവർക്ക് ഒരുപാട് രീതിയിൽ നമ്മൾ പ്രഷർ കൊടുക്കാത്ത രീതിയിലാണ് ഇന്നത്തെ ഒരു എന്താ പറയുക പഠനോത്സവം നടന്നത്. എന്നാലും അവർക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ അങ്ങനത്തെ ഒക്കെ പരിപാടികളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിള്ളേരെ നന്നായിട്ട് പരിപാടി അവതരിപ്പിക്കുകയാണ്. നങ്ങേലീൻ്റെ കഥ കാര്യങ്ങൾ ഒക്കെ പറഞ്ഞ് കുട്ടീനെ കാണാതെയായതും കുട്ടീനെ കിട്ടുന്നതും അതുപോലെ കണ്ണ് പോയാലും സ്വന്തം കുഞ്ഞിനെ തരില്ല എന്നുള്ള ഒരു മാതൃത്വം നമുക്ക് മനസ്സിലാക്കി തന്നത് നങ്ങേലിയുടെ ഒരു കഥയിലാണ്. ഇന്നത്തെ കാലത്ത് അതൊക്കെ ഭയങ്കരമായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കണ്ണ് പോയാലും കാല് പോയാലും മക്കളെ വിട്ടുകൊടുക്കുന്ന എത്രയോ അച്ഛനമ്മമാരുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ അത് തന്നെ നമുക്ക് ചെയ്യാനുള്ളൂ കേട്ടോ. അപ്പോൾ ഒരുപാട് നമുക്ക് ഈ പാട്ടൊക്കെ നമുക്ക് നേരിട്ട് കേൾക്കുമ്പോൾ ഒരുപാട് ഫീൽ ചെയ്യും. പണ്ട് ആൾക്കാർ അല്ലെങ്കിൽ പണ്ടത്തെ കാരണവന്മാർ പറഞ്ഞ പഴഞ്ചൊല്ലുകളും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാണെന്ന് നമുക്ക് ഇന്നത്തെ ഒരു രീതിയിൽ നമുക്കത് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ എന്താ പറയുക, എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം നമ്മുടെ സമൂഹത്തെ നന്നാക്കാനായിട്ട് നമ്മളെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ കേട്ടോ. എന്ന് വിചാരിച്ച് എല്ലാം അങ്ങോട്ട് വലിച്ചു വാരി തലയിൽ കയറ്റി വെക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് പറ്റുന്ന രീതിയിലെല്ലാം നമുക്ക് ചെയ്യാം. അപ്പം നല്ലൊരു അവതരണമായിരുന്നു. കുട്ടികൾ കുറച്ച് സമയം കിട്ടിയുള്ളൂന്നുണ്ടെങ്കിലും അവരത് പഠിച്ച് ആ സമയത്തൊക്കെ ചെയ്തത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇത് ഭൂതമാണ് അവരുദ്ദേശിച്ചത് കേട്ടോ. ആ റെഡ് കളറിൽ മുഖം മൂടിയൊക്കെ വെച്ച് നിൽക്കുന്നത് നങ്ങേലി എന്ന ഒരു എന്താ പറയുക സ്റ്റോറിയിലുള്ള ഒരു ഭൂതത്തിനെയാണ് അവർ ആവിഷ്കരിക്കുന്നത്. കൊച്ചിനെ എടുത്ത് വളർത്തുന്നതും കൊച്ചു വലുതാവുന്നതും അങ്ങനെയുള്ള രീതിയിലായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു കഥ അല്ലെങ്കിൽ ഒരു സ്റ്റോറിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് LKG കുട്ടികളുടെ പാട്ടും അതുപോലെ അവർ പഠിച്ച കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ അവരെ കേൾക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ ഇതേ അടുത്ത 1-ാം ക്ലാസ്സുകാരും 2-ാം ക്ലാസ്സുകാരൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇതേ കണ്ടോ മുഖംമൂടി അതിൽ 1-2 നമ്മളൊക്കെ ഉണ്ടാക്കി കൊടുത്തതാണ്. ബാക്കിയുള്ളതൊക്കെ അവരുടെ പേരൻസ് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ആ ഒരു മുഖംമൂടിയൊക്കെ ഇരിക്കുമ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ആകാംക്ഷയിലാണ്.
Mouse, mouse, my dear mouse, can you say meow sound? No, I can say only beep, beep, beep. Go on. I can say go on. Cats, my dear cats, can you say meow sound? Yes. Yes. I can say meow sound. Meow. We are friends. We are happy. We can meow, meow, meow sound. മ്യാവ് മ്യാവ് മ്യാവ്. ഞാൻ നോക്കിയപ്പോഴേ വീഡിയോ എടുക്കാൻ എനിക്ക് ഒരു സ്ഥലവും കിട്ടിയില്ല. ഞാൻ സ്റ്റേജിൻ്റെ മുന്നിൽ കയറിയിരുന്നു. 2, 3, 4, 5, 6, 7, 8, 9, 10. Descending order. 10, 11, 8, 7, 6, 5, 4, 3, 2, 1. I am 0. 1, 0, 10. Counting by 10. 1, 0, 10. 2, 0, 20. 3, 0, 30. 4, 0, 40. 5, 0, 50. 6, 0, 60. 7, 0, 70. 8, 0, 80. 9, 0, 90. 10, 0, 100. Answer is 10. 2 plus 4. 4 times. 1, 2, 3, 4. Answer is 6. 9 minus 5. ഇങ്ങോട്ട് 1, 2, 3, 4, 5. Answer is 4. Six minus 3. One, two, three. Answer is 3. Amma, kammal. Chanda, wonder. Vanji. Okay. Bunga. Tengah bunga. Pambaram tumbi.
ഇനിയുള്ളത് നമ്മുടെ 2ാം ക്ലാസ്സുകാരുടെ പാവനാടകമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കർട്ടനൊക്കെ പിടിച്ചിരിക്കുമ്പോൾ എല്ലാവർക്കും ഒരു ആകാംക്ഷയാണ്. പണ്ടൊക്കെ നമ്മുടെ സ്കൂളുകളിലൊക്കെ ഇതുപോലെ പാവനാടകം കളിക്കാനൊക്കെ ആയിട്ട് വരുമായിരുന്നു. ഇപ്പോൾ ഒന്നും അങ്ങനെ ഇല്ല കേട്ടോ. ഇപ്പം എല്ലാം മൊബൈലിലുണ്ടല്ലോ. അപ്പം നല്ല രസമുണ്ടായിരുന്നു പാവനാടകം കാണാൻ വേണ്ടിയിട്ട്. അതിൽ ആ വടിയുമ വെച്ചിരിക്കുന്ന ആ കാർട്ടൂണിൻ്റെ പിക്കുകളൊക്കെ കുറച്ചും കൂടി ഒന്ന് വലുതാക്കിയിരുന്നെങ്കിൽ നമുക്ക് അകലേക്ക് ഇരിക്കുന്നവർക്കൊക്കെ കാണാമായിരുന്നു. പക്ഷെ എന്നാലും പറ്റാവുന്ന രീതിയിൽ പിള്ളേർ അതൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഇഷ്ടമായി. അതിലെ സൗണ്ടും എഫക്റ്റൊക്കെ ഇട്ടിട്ടാണ് അത് കാണുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ കുഞ്ഞു കുഞ്ഞു പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ ചില പിള്ളേരെയൊക്കെ വടി അനക്കണതൊക്കെ ചെറുതായതുകൊണ്ട് ചെറുതായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ടീച്ചറും കൂടി കർട്ടൻ്റെ ബാക്കിലേക്ക് പോയി അവർ പറയുന്ന കാര്യങ്ങളനുസരിച്ച് ആ വടി അനക്കുക. അതാണ് പാവനാടകം ഉദ്ദേശിക്കുന്നത്. ഓരോ ക്യാരക്ടറിൻ്റെ സംഭാഷണം വരുമ്പോൾ ആ ക്യാരക്ടർ വടി വെച്ചിട്ട് ഇങ്ങനെ അനക്കിക്കൊണ്ടിരിക്കുക. നല്ല രസമായിരുന്നു. ചെറിയൊരു എന്താ പറയുക, നമ്മുടെ പരിസ്ഥിതി മാലിന്യത്തിനെ കുറിച്ചിട്ടൊക്കെയുള്ളൊരു എന്താ പറയുക, ഒരു ചെറിയൊരു സന്ദേശമായിരുന്നു. അതും നല്ല രീതിയിൽ, എല്ലാതും നല്ല രീതിയിൽ തന്നെയാണ് കേട്ടോ. കൂട്ടുകാർക്ക് 8ന്റെ ഗുണന പട്ടിക അറിയാമോ? 1 8 8, 2 8 16, 3 8 24, 4 8 32, 5 8 40, 6 8 48, 7 8 64. Let's describe a picture. This is the carnival ground. Many people are in the carnival ground. Children are buying sweets from the sweet shop.
Many toys and balloons are there in the carnival. There is a big elephant in the carnival ground. Children are riding on the giant wheel. The elephant is walking along the carnival ground. പരീക്ഷണം ആവശ്യമുണ്ടോ എന്ന പരീക്ഷണമാണ് ഞങ്ങൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഇതിനാവശ്യമായ സാമഗ്രികൾ 2 മെഴുകുതിരി, 1 ഗ്ലാസ്, 1 തീപ്പെട്ടി. ഇത് ചെയ്യുന്ന പരീക്ഷണ രീതി: 2 മെഴുകുതിരികൾ കത്തിച്ചു വെക്കുക. അതിനുശേഷം ഒരു ഗ്ലാസ് എടുത്ത് 1 മെഴുകുതിരിയെ മൂടി വെക്കുക. കുറച്ചു നേരം നിരീക്ഷിക്കുക. ഗ്ലാസ് കൊണ്ട് മൂടിയ മെഴുകുതിരി കുറച്ചു സമയത്തിനകം അണഞ്ഞു പോകുന്നതായും തുടർച്ചയായി വായു ലഭിക്കുന്ന മെഴുകുതിരി കത്തിക്കൊണ്ടിരിക്കുന്നതായും കാണാൻ സാധിക്കും. ഗ്ലാസിനുള്ളിലെ വായു, അതായത് ഓക്സിജൻ, തീർന്നു പോയപ്പോൾ മെഴുകുതിരി അണഞ്ഞുപോയി. തുടർച്ചയായി വായു ലഭിച്ച മെഴുകുതിരി കത്തിക്കൊണ്ടിരുന്നു. ഇതിന്റെ നിഗമനം കത്താൻ വായു ആവശ്യമാണ്. സത്യം പറഞ്ഞാൽ ഞാൻ സ്റ്റേജിൻ്റെ ഫ്രണ്ടിലോട്ട് ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പിള്ളേരൊക്കെ എന്നെ ഞാൻ ഫ്രണ്ടിൽ ഇരിക്കുന്ന കാരണം കാണാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുന്നതാണ്. പക്ഷേ എൻ്റെ കുട്ടികൾ നല്ല അഡ്ജസ്റ്റബിൾ ആയിരുന്നു കേട്ടോ. എനിക്ക് എന്താ പറയുക, വീഡിയോ എടുക്കാനായിട്ടുള്ള സൗകര്യമൊക്കെ അവർ ഒരുക്കി തന്നു. പിള്ളേരുടെ കൂടെ ടീച്ചർമാരൊക്കെ കൂടി ഇരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. I made a mistake. I screwed up. I don't know. Idioms. I have no idea. I can't believe it. I'm not buying it. What did you say? Come again. Thank you. ഇന്ന് നമ്മുടെ പഠനോത്സവമായിരുന്നു. ഈ പരിപാടിക്കായി നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് കൗൺസിലർ ശ്രീമതി മേഴ്സി ഐജിക്ക് സ്കൂളിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. URSC കോർഡിനേറ്ററായ ശ്രീമതി സൗമ്യ വി ശങ്കർ ടീച്ചർക്കും നന്ദി അറിയിക്കുന്നു. ഈ പരിപാടി വിജയകരമാക്കാനായി തയ്യാറെടുത്ത് വന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളെ സഹായിച്ച ടീച്ചർമാർക്കും മാതാപിതാക്കൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. രാവിലെ ഒരു 10:30 മുതൽ 12:30 വരെ ആയിരുന്നു കേട്ടോ നമ്മുടെ പരിപാടി. അപ്പം നമ്മൾ എല്ലാവരും കൂടി പരിപാടിയെല്ലാം കണ്ടു. നാഷണൽ ആന്തം ആയിരുന്നു ലാസ്റ്റ്. നമ്മളതിന് വേണ്ടിയിട്ട് അനങ്ങാതെ നിന്നു കേട്ടോ. കുറച്ച് അനങ്ങുന്നത് കുഞ്ഞു ക്ലാസ്സിലെ പിള്ളേരാണ്, നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കരുത്. അപ്പോൾ നാഷണൽ ആന്തം ചെല്ലുമ്പോൾ നമ്മൾ റെഡി ആയിട്ട് നിൽക്കണം എന്നുള്ളത് നമ്മൾ പഠിക്കുന്ന സമയത്ത് തൊട്ട് നമുക്ക് പറഞ്ഞ് നമ്മുടെ തലയിലുള്ളിൽ കയറിയിരിക്കുന്ന ഒരു കാര്യമാണ്. അതൊരു ബഹുമാനമാണ് കേട്ടോ. അതിന് നമ്മൾ എവിടെയായിരുന്നാലും നമ്മൾ സ്റ്റഡി ആയിട്ട് നിൽക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു സന്തോഷമാണ്. എല്ലാം സന്തോഷമാണ്, എനിക്ക് സന്തോഷമില്ലാത്ത വേറെ ഒന്നുമില്ല. പിന്നെ ലാസ്റ്റ് നമ്മുടെ എക്സിബിഷൻ പോലെ, അതായത് കുട്ടികൾ പഠിക്കാനായിട്ട് ചാർട്ടിൽ കൊണ്ടുവന്നതും അല്ലാത്തതുമായിട്ടുള്ള വീടുകളിൽ നിന്നും പേരൻസ് സഹായിച്ചുണ്ടാക്കിയതും അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ്. കൂടുതലും പിള്ളേരുണ്ടാക്കിയതാണ് കേട്ടോ. പല തരത്തിലുള്ള വീടുകൾ, ചാർട്ടിൽ വരച്ച കാര്യങ്ങൾ, അതുപോലെ ഓരോന്നിനെക്കുറിച്ചും, അതായത് ഔഷധങ്ങളെക്കുറിച്ച്, ഇപ്പോൾ അതായത് ഇഞ്ചി, പട്ട, അങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ എന്തിനാണെന്നുള്ള ഒരു വിശദീകരണം, അതുപോലെ പല
എന്താ പറയുക, പല രീതിയിലായിട്ടുള്ള ഫോട്ടോകൾ, അങ്ങനെ പെയിൻറ്റിങ്, അങ്ങനെ പലതരത്തിലുള്ള നാണയങ്ങൾ, ആകൃതികൾ, പിന്നെ കിളികളുടെ കൂട്, അങ്ങനെ പല ഇലകൾ, ഇതൊക്കെ നമ്മളുടെ ശാസ്ത്രമേളയ്ക്ക് നമുക്ക് കൊണ്ടുപോയിട്ട് പ്രൈസ് കിട്ടിയിട്ടുള്ള ഇലകളുടെ ഒരു ഇതാണ് കേട്ടോ, ശേഖരണമാണ്. അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ഈ ബുക്ക് ഞാനും പിള്ളേരൊക്കെ കൂടി ഉണ്ടാക്കിയതാണ്. ഇല വെച്ചിട്ട് എനിക്ക് തോന്നണം അതിന് എന്തോ ഒരു ഫംഗസ് കയറിയിട്ട് അത് നാശമായിപ്പോയി. അപ്പോൾ ദേ നമ്മുടെ HM നമ്മുടെ സ്കൂളിലെ എല്ലാ പിള്ളേരും അച്ഛനമ്മമാരും വരുമ്പോഴും അവരുടെ കാര്യങ്ങൾ ചോദിക്കുക പറയുക എല്ലാം ചെയ്യും കേട്ടോ. അത് എന്താ പറയുക, എല്ലാവരെയും ടീച്ചർക്ക് കാണാപ്പാടാണ്. അപ്പോൾ എല്ലാ വിശേഷങ്ങളും എല്ലാവരുടെ അടുത്ത് ചോദിക്കലുമാണ്. അപ്പോൾ ദേ കുട്ടികൾ ഉണ്ടാക്കിയ പല തരത്തിൽ, ചിലപ്പോൾ വെജിറ്റബിൾ പ്രിൻ്റ് എന്ന് പറയുന്ന വെജിറ്റബിൾ വെച്ചിട്ട് പടം വരയ്ക്കുന്നതും, പിന്നെ ദേ മാക്സിൻ്റെ കുറേ ആകൃതികൾ, പിന്നെ വിത്തുകൾ, പിന്നെ പൂക്കൾ പേപ്പർ വെച്ചിട്ടുണ്ടാക്കിയത്, അങ്ങനത്തെ പല രീതിയിലായിട്ടുള്ള കുട്ടികളുടെ ശേഖരണമൊക്കെയാണ് കേട്ടോ. പഴയ പൈസ. അപ്പോൾ അതൊക്കെ പിള്ളേർക്ക് അതൊക്കെ കാണുമ്പോൾ ഒരുപാട് കൗതുകമാണ്. അപ്പം ഞാൻ കണ്ടപ്പോഴും എനിക്ക് കാണിച്ചു തന്നു, സ്റ്റെനി ആൻറ്റി നോക്കിയെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാനും പിള്ളേരുടെ കൂടെ പിള്ളേരിൽ ഒരാളായിട്ട് നമ്മൾ, അതായത് ആദ്യമായിട്ട് കാണുന്ന രീതിയിൽ അവരോട് പറയുമ്പോൾ അവർക്കത് എന്താണ്, ഇപ്പം നമ്മൾ കുട്ടികളോട് ഇട്ടാൽ നമുക്കത് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് പറഞ്ഞു തരും. അപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും അവർക്ക് എന്തെല്ലാം അവർക്ക് മനസ്സിലായി എന്നുള്ള കാര്യങ്ങളൊക്കെ. ചെറിയ ചെറിയ ട്രിക്കുകൾ അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ എൻ്റെ ചുറ്റും എല്ലാവരും ഇരിക്കും. എന്നെ ഉമ്മ വയ്ക്കുക, കെട്ടിപ്പിടിക്കുക, മടിയിൽ കയറിയിരിക്കുക. എനിക്കത് ഒരുപാട് സന്തോഷമുള്ള ഒരുപാട് സന്തോഷമാണ് കേട്ടോ. അതായത് എനിക്കത് നിങ്ങളോട് പറഞ്ഞറിയിക്കാം. ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ പലരും ചിന്തിക്കും, ഓ ഇവൾക്കെന്താ, അങ്ങനെയാണ് അങ്ങനെ ചിന്തിക്കും. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ആ സ്നേഹം അനുഭവിച്ചറിയുമ്പോഴാണ് നമുക്കത് അത്രത്തോളം ഫീൽ ആവുള്ളൂ കേട്ടോ. അപ്പോൾ അതേ ഞങ്ങളിങ്ങനെ വീഡിയോയും ഫോട്ടോസും ഒക്കെ ഇങ്ങനെ എടുക്കുകയാണ്. ടീച്ചർമാരുണ്ട് കേട്ടോ, ടീച്ചർമാരോടൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ കുട്ടികൾക്ക് ഫോൺ കൊടുക്കുക അങ്ങനെയൊന്നുമില്ല. അതിനിടയ്ക്ക് ഞാൻ നോക്കുമ്പോൾ ഒരാൾക്ക് HMൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞു. നമ്മുടെ ദീദിയുടെ ഫോണാണ്. അപ്പോൾ ഫോട്ടോ എടുക്കാനായിട്ട് മാത്രം ഫോൺ കൊടുത്തതാണ്. അപ്പോൾ അതേ നമ്മുടെ HMൻ്റെ കൂടെ ഫോട്ടോ എടുത്തു. അവൾക്ക് അതൊരു ഭയങ്കര സന്തോഷം. അപ്പം പിള്ളേരുടെ സന്തോഷമല്ലേ. അപ്പോൾ അതേ നമ്മുടെ ഓരോ എക്സിബിഷൻ്റെ ഓരോരോ കാര്യങ്ങളൊക്കെ നമ്മൾ വേറെ പിള്ളേരൊക്കെ കൂടി കണ്ടു. അതിന് ശേഷം ഞങ്ങൾ കളിക്കുകയാണ്. എനിക്ക് വയ്യ, ഞാനും അവരുടെ പോലെ തന്നെ ഞങ്ങൾ എന്താ പറയുക, എനിക്ക് ഈ പിള്ളേരെ കൂടെ കളിക്കാനൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ സംഭവം എനിക്ക് ശരീരം കൊണ്ടൊക്കെ ഞാൻ വലിയൊരു അമ്മച്ചിയുടെ പോലെയൊക്കെ ആണെങ്കിലും എൻ്റെ മനസ്സ് ചെറുതാടോ, ഞാൻ ചെറിയ കുട്ടികളുടെ പോലെയാണ്. എന്നോട് എപ്പോഴും എൻ്റെ കെട്ടിയോൻ പറയും എനിക്ക് 2 കുട്ടികളാണെന്ന്, ഒന്ന് ഞാനും ഒന്ന് മോനും. അങ്ങനെ അപ്പോൾ പിള്ളേരുടെ കൂടെയൊക്കെ കളിക്കുമ്പോൾ നല്ല രസമല്ലേ. നമ്മളുടെ എത്ര ടെൻഷനോ അല്ലെങ്കിൽ അങ്ങനത്തെ നമുക്ക് എത്ര കാര്യങ്ങളുണ്ടെങ്കിലും അതൊക്കെ നമ്മുടെ മൈൻഡ് മാറും. ഞാനും ചിന്തിക്കാറുണ്ട് കേട്ടോ. സ്കൂളിൽ വരുമ്പോൾ എനിക്ക് ഞാൻ കുറച്ചും കൂടി ഫ്രീ ആവുന്നതും സ്കൂളിൽ വരുമ്പോൾ ഓരോരുത്തരും വരുമ്പോഴും എന്നോട് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ അത്രയും റിലാക്സ് ആവുകയാണ് ചെയ്യട്ടെ. എനിക്ക് ഒരുപാട് ഇഷ്ടം. എനിക്ക് എന്താ പറയുക, എനിക്കിപ്പോൾ കുറച്ചും കൂടി എനിക്ക് ടീച്ചറൊക്കെ ആവായിരുന്നു എന്നൊക്കെ ഞാൻ ചിന്തിക്കുന്നു. പക്ഷെ ഇപ്പോൾ ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല. പഠിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കണമായിരുന്നു. എന്നെക്കൊണ്ട് പഠിക്കുന്ന സമയത്ത് എനിക്ക് പഠിക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പഠിക്കാഞ്ഞത്. അങ്ങനെ അപ്പോൾ ലാസ്റ്റ് ഘട്ടമായപ്പോൾ അവർ ഉപയോഗിച്ചായിരുന്ന എന്താ പറയുക ഷോള് സംഭവങ്ങളൊക്കെ ഒന്ന് ടീച്ചർ മടക്കാൻ പറഞ്ഞു. ഇതേ കണ്ടോ, ഇതാണ് അവർ മടക്കുന്നത്. അപ്പോൾ ഞാൻ അവരറിയാതെ വീഡിയോ എടുത്തു. അവസാനം അത് കണ്ട് ടീച്ചറേന്ന് വഴക്ക് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളിപ്പോൾ ചെയ്തതൊന്ന് ചെയ്തേന്ന് പറഞ്ഞു. അപ്പോൾ അതേ അവർ പാട്ടും പാടി അവരെ ഷോളൊക്കെ മടക്കുക. ടീച്ചർ പറയുന്നുണ്ട് ആ ഷോളെങ്ങാനും കീറിക്കഴിഞ്ഞാന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് പിന്നെ എന്താ പറയുക, അമ്മമാർ മക്കളോട് പറയുന്ന ഒരു ലാഘവത്തോടെയാണ്. അമ്മമാർ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമൊന്നും നമ്മൾ കേൾക്കില്ല, പിന്നെ അവർ അടിപൊളിയായിട്ട് കേൾക്കൂട്ട. അങ്ങനെ പഠനോത്സവം ഈ 2025 പഠനോത്സവം അതിഗംഭീരമായിട്ട് കഴിഞ്ഞു. അപ്പോൾ അതേ പിള്ളേരും ടീച്ചറും എല്ലാവരും കൂടി ബെഞ്ചും അവരവരുടെ ക്ലാസ്സുകൾ ഒക്കെ ചെയ്യാണ് കേട്ടോ. വലിയ വെയിറ്റ് ഒന്നും ഇല്ല. നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും പിള്ളേരെ കൊണ്ട് പണിയെടുപ്പിക്കുകയെന്ന്. ഒരിക്കലുമല്ല, അവരവരെ ഇഷ്ടത്തിന് ചെയ്യുന്നതാണ്. കുട്ടികൾ എന്താ പറയുക ചെറിയ ബെഞ്ചാണ്. അപ്പോൾ പിള്ളേരത് നിരക്കിയിട്ടും പിടിച്ചിട്ടൊക്കെ അവരവരുടെ ക്ലാസ്സിലേക്ക് ഉള്ള ഡെസ്കും ബെഞ്ചൊക്കെ ഇട്ട് സെറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ എന്താ പറയുക പഠനോത്സവം അടിപൊളിയായിട്ട് നടന്നു. കഴിഞ്ഞ വർഷവും എനിക്ക് ഇതുപോലെ തന്നെ പഠനോത്സവത്തിന് പങ്കെടുക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.